കണ്ടോ? തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കുട്ടികളുടെ തൊട്ടിലാണ്. ഇത് കംപ്ലീറ്റ് ആനക്കൊമ്പാണ്. ആനക്കൊമ്പിലാണ് ഈ ചെയ്തിരിക്കുന്നത്. 25 ആനയുടെ കൊമ്പ് കൊണ്ട് നിർമ്മിച്ച സിംഹാസനമാണ്. അന്ന് മഹാരാജാവ് സിംഗിൾ പേഴ്സൺ ആയിട്ട് അകത്ത് പോവുകയാണെങ്കിൽ ഇത് ഹാഫ് ഓപ്പൺ ചെയ്യാം. ഇത് മൊത്തം 70 വർഷം പഴക്കമുള്ള കഥകളി വിഗ്രഹങ്ങളാണ്. മുഴുവനും തേക്കാണ്, ടീക്കുഡാണ്. റോയൽ പ്രിൻസസിന് കൊട്ടാരത്തിന്റെ പുറത്ത് നടന്നു പോകാൻ പാടില്ല. അന്ന് അവിടെ 2-3 കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പല്ലക്കിനകത്ത് ഇരിക്കുന്ന 4 പേര് തോളിൽ ചുമന്നുണ്ടോ. ഇനി അടുത്ത റൂമിലോട്ട് വരാം. ഈ ഓരോ റൂമിനും പ്രത്യേകതയുണ്ട്. ഇതിന്റെ സീലിംഗ് മാറി, വേറെ സീലിംഗാ. അദ്ദേഹത്തിന്റെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം മഹാരാജാവായിരുന്നാണ്. ഇനി കാണാൻ പോകുന്ന ഒരു അത്ഭുതം കാണാം. ദേ ഇങ്ങോട്ടൊന്ന് കയറിയേ. ഇതിന് മൊത്തം 180 വർഷത്തെ പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന്. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ തിരുവനന്തപുരത്താണ്, കുതിരമാളികയിലാണ്. ശരിക്കും സിനിമയിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. തൊട്ടടുത്താണ്. നേരിട്ട് ഇത് കാണാനും അതുപോലെ ഇതിന്റെ ഉൾക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് അമൂല്യമായ വസ്തുക്കളാണ്. ഞെട്ടിപ്പോകുന്ന സാധനമാണ്. പക്ഷെ കാണാൻ പോകുന്ന പൂരം എന്തോരം വലിപ്പോൾ ആനക്കൊമ്പ് നമുക്കൊന്ന് കാണിച്ചു കാണാം. ഈ സംഭവം എന്തുവാ? ഇത് അന്നത്തെ കാർപ്പൻ്ററുടെ ഒരു സിഗ്നേച്ചറാണ്. ഈ കാണുന്ന ഒറ്റ തടിയിൽ ഒരു റിങ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പീസ് തടിയിൽ ഒരു ചെറിയൊരു റിങ് ആദ്യം തന്നെ അടിച്ച് കാർവ് ചെയ്തേക്കുക. ആ ഒരു കഴുക്കോലെന്ന് മേളി വന്നേക്കുന്ന കാർപ്പൻ്റർ സിഗ്നേച്ചർ എന്ന് പറയും. ഇത് താമരപ്പൂ ഇരിക്കുന്നത് കണ്ടാ? താമരപ്പൂ, അതിന്റെ മുകളിൽ വ്യാളി, ആന, വ്യാളി, ഗരുഡൻ. ഒറ്റ പീസാണ്. ഒറ്റ പീസ്, ഒട്ടിപ്പൊന്നുമല്ല, ജോയിന്റ് അല്ല, തടി ചെയ്തിരിക്കുകയാണ്. ഈ പാലസിലൊന്നും നമുക്ക് ആണിയുടെ വർക്കില്ല, എല്ലാം ഇന്റർലോക്കാണ്. ഇന്റർലോക്ക് സിസ്റ്റം അല്ല. പിന്നെ ഈ പാലസിന്റെ ഗ്രൗണ്ട് പില്ലർ എന്ന് പറയുന്നത് 95 ഗ്രാനൈറ്റ് പില്ലറാണ് ഗ്രൗണ്ട് സപ്പോർട്ട്. അകത്തും പുറത്തുമായിട്ട് 95 ഗ്രാനൈറ്റ് പില്ലർ. 95 ഗ്രാനൈറ്റ്. ഇത് വന്നിട്ട് ചുണ്ണാമ്പ്, മുട്ടയുടെ വെള്ളക്കരു, കടുക്ക, ആയുർവേദിക് ഓയിലൊക്കെ മിക്സിംഗ് ആണ്. ഇതൊന്നും റീപ്ലേസ് ഇല്ല, ഒറിജിനൽ ആണ്. അത്ര ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഒരു പീസ്, ഒറ്റ പീസ് കരിങ്കല്ല്. ചിരട്ടക്കരിയാണ് ചിരട്ടക്കരി, മുട്ടയുടെ വെള്ളക്കരു ഒക്കെ മിക്സിംഗ് ആണ്. അതുപോലെ ഈ കാണുന്ന പോർഷൻ എന്ന് വെച്ചിട്ട് അന്നത്തെ കാലത്ത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ വിസിറ്റേഴ്സ് കാണാൻ വരുന്നവർ വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. 2 ഉണ്ട്, 2 സിറ്റൗട്ടുണ്ട്. നമുക്ക് എൻട്രൻസിലും ഒന്നും ഇവിടെ ഇറങ്ങാൻ നടത്തും. അതുപോലെ ഈ പാലസിനകത്ത് 80 റൂമാണ് ഉള്ളത്. 80 റൂമില് 16 തരത്തിലുള്ള ഡിസൈൻ ആണ് ഇരിക്കുന്നത്. ഓരോ റൂമും ഡിഫറെന്റ് പാറ്റേൺ ആണ്. അന്ന് ഇവിടെ മെഷീനൊന്നുമില്ല, എല്ലാം ബൈ ഹാൻഡ് വർക്ക്. കൂടാതെ പാലസിനകത്തും പുറത്തുമായിട്ടൊക്കെ ഇതുപോലുള്ള ചെറിയ ഹൂക്ക് ഇട്ടിട്ടുണ്ട്. എല്ലായിടും ഉണ്ട് ഹൂക്ക്, അകത്തും പുറത്തും. ഈ ഹൂക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത് മഹാരാജാവിന്റെ കാലത്ത് ഇതിനകത്ത് തൂക്ക് വിളക്ക് ഉപയോഗിക്കാൻ ഹാങ്ങിങ് ഓയിൽ ലാമ്പ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ഈ ചുമരിലും ചെറിയ പോയിന്റ് വെച്ചിട്ടുണ്ട്. ഈ പോയിന്റ് മുഴുവൻ അന്ന് ചെറിയ കുത്തുവിളക്കൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. വെട്ടത്തിന് വേണ്ടി അന്ന് വേറെ വലിയ ലൈറ്റ് ഒന്നുമില്ല, ട്രഡീഷണൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ക്യാമറ ഇങ്ങോട്ടും തിരിച്ചേ. ഇത് കണ്ടോ, ഇത് അങ്ങേ അറ്റം വരെ നോക്കിയേ. ഇതിന്റെ ഒരു